വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ തേർഡ് വീഡിയോ ആണ്. ഞാനിന്ന് തോട്ട് പാർക്കിൽ പോവുകയാണ്. അതൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് ആംപ്ടണിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 2.5 hours ജേർണി ഉണ്ട് ട്രെയിനിൽ. ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് പോകുന്നത് തോട്ട് പാർക്കിൽ. ലൈക്ക് ദ പാർക്ക് ഈസ് ജസ്റ്റ് വോവ്. എന്ന് വെച്ചാൽ അവിടെ ഫുൾ അഡ്വഞ്ചറസ് റൈഡാണ്. എനിക്ക് ഈ റൈഡ്സൊക്കെ ഭയങ്കര പേടിയാണ്, എന്നാലും എനിക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ബട്ട് ലൈക്ക് എ ഫിയർ ഫൈറ്റിംഗ്. അപ്പോൾ തോട്ട് പാർക്കിനെ പറ്റി പറയുവാണെങ്കിൽ അവിടെ ഫുൾ ഓഫ് അഡ്വഞ്ചറസ് റൈഡ്സ് ആണ്. നമ്മുടെ നാട്ടിലെ വണ്ടർലയില്ലേ, വണ്ടർലയുടെ കോളേജ് എന്ന് പറയാം. വണ്ടർല സ്കൂളാണെങ്കിൽ ഇത് കോളേജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ അവിടെ വാട്ടർ റൈഡ്സ് കുറവാണ്, മൊത്തം അല്ലാത്ത റൈഡ്സാണ്. ഞാൻ കുറേ വീഡിയോസ് കണ്ടതാണ് കേട്ടോ. ഞാൻ ഇനി അവിടെ പോയിട്ട് അവിടെ എന്താ വിശേഷങ്ങൾ, അവിടെ എന്തൊക്കെ റൈഡ്സ് ഉണ്ട്, അവിടെ എന്തൊക്കെ അട്രാക്ഷൻസ് ആണുള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് പോലെ ക്ലീഷേ ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് പറയണം എന്നില്ല, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കൊരു 20 minutes വാക്കുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇൻട്രോ എടുക്കുന്നത്. പിന്നെ ഞാൻ മുന്നേ ഇട്ട 2 വീഡിയോസിന് നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ കുറേ ഫ്രണ്ട്സും പിന്നെ വീഡിയോ കണ്ടവരൊക്കെ എനിക്ക് നല്ല അഭിപ്രായം തന്നായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. പിന്നെ കുറേ തെറ്റുകളുണ്ടായിരുന്നു ആ വീഡിയോയിൽ. ലൈക്ക് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി അത് ഒട്ടും പ്ലാൻഡ് അല്ല. ഞാൻ വെറുതെ ഇങ്ങനെ നടന്നപ്പോൾ ഓക്കെ എന്നാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാ അങ്ങനെ എടുത്തയാ. സോ കുറേ തെറ്റുണ്ടായിരുന്നു. ഓക്കെ, ഐ വിൽ റെക്ടിഫൈ ദാറ്റ്. ലൈക്ക് കമ്മിങ് വീഡിയോസിലെല്ലാം ഞാനത് സെറ്റാക്കുന്നതാണ്. സോ കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് ലവ് യു ഓൾ. അപ്പോൾ ഇനി എനിക്കൊരു 5 minutes വാക്കൂടെ ഉണ്ട്. സോ ഞാൻ നടക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടോ? എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടെ വരുന്ന പ്രോസസ്സ് എങ്ങനെയാണ്, ഇവിടെ വന്ന് അക്കോമഡേഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ട്രാവൽ എങ്ങനെയാണ്, ക്യാബൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ആ കൈൻഡ് ഓഫ് വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. സോ ഐ വിൽ ട്രൈ ടു മേക്ക് വീഡിയോസ് റിലേറ്റഡ് ടു ദാറ്റ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി. കറക്റ്റ് 6:50 തന്നെ ട്രെയിൻ സ്റ്റാർട്ടായി. പിന്നെ എനിക്ക് 2 ചേഞ്ച് ഉണ്ട്. ഇവിടെ നിന്ന് ലണ്ടൻ യൂസ്റ്റൺ പോകണം, അവിടെ നിന്ന് വോക്സ്വാൾ, പിന്നെ അവിടെ നിന്നാണ് സ്റ്റെയിൻസിലെത്തുക. സോ ഒരു ലോങ് ജേണിയാണ്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടായിരുന്നു. പിന്നെ അവിടെ പോയ ആൾക്കാരോട് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വീഡിയോസിലൊക്കെ സെറ്റായിരുന്നു. ലൈക്ക് ഫുൾ ഓഫ് ഫൺ, സ്ക്രീമിങ് ആയിരിക്കും. പിന്നെ പോയ ആൾക്കാരോട് ചോദിച്ചപ്പോഴും അവരും സെയിം ആണ് പറഞ്ഞത്. ലൈക്ക് ദേ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ ഐ ഹോപ്പ് ഐ വിൽ ബി എൻജോയിങ് ടു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ട്രെയിൻ കയറാനായിട്ട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ജേർണി എങ്ങനെയാണെന്ന് വെച്ചാൽ നോർത്ത് ആംപ്ടണിൽ നിന്ന് ലണ്ടൻ യൂസ്റ്റൺ, അവിടെ നിന്ന് ട്യൂബ് എടുത്തു ഓക്സ്ഫോർഡിലേക്ക്, എന്നിട്ട് ഓക്സ്ഫോർഡിൽ നിന്ന് ഇപ്പോൾ സ്റ്റെയിൻസിൽ എത്തും. അതാണ് എൻ്റെ ഹോൾ ട്രെയിൻ ജേർണി. അപ്പോൾ എനിക്കിതിന് വന്ന ട്രാവൽ എക്സ്പെൻസ് എത്രയാണെന്ന് വെച്ചാൽ 92 pounds ആയിരുന്നു. റിട്ടേൺ ഉൾപ്പെടെ 92 pounds ആണ്. പിന്നെ അവിടുത്തെ ടിക്കറ്റ്സ് 39 pounds ആയി. അവിടെ അഡൾട്ട് ടിക്കറ്റ് 39 pounds ആണ്. അപ്പോൾ ആസ് ഓഫ് നൗ എനിക്ക് ഇത്രയാണ് എക്സ്പെൻസ് വന്നേക്കുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ലോക്കർ ഫെസിലിറ്റി എന്തെങ്കിലും വേണമെങ്കിൽ അത് എക്സ്ട്രാ ചാർജാണ്. സോ അവിടെ ചെന്നിട്ട് നോക്കാം. എനിക്കിപ്പോൾ ലോക്കർ ഫെസിലിറ്റീൻ്റെ ആവശ്യമില്ല, എനിക്ക് ബാഗും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചാർജസ് ഉണ്ടെങ്കിൽ നമുക്കവിടെ നോക്കാം, അവിടെ പോയിട്ട് അറിയാമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാനൊരു 9:30 ആയപ്പോൾ സ്റ്റെയിൻസിലെത്തി. അവിടെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ബസ് തോട്ട് പാർക്കിലേക്കുണ്ട്. സോ നമുക്ക് അതിൽ ട്രാവൽ ചെയ്യാം.
ഞാൻ ദേ തോപ്പാർക്കിലെത്തി. ഉള്ളിൽ കയറി. നമ്മൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ബസ്സുണ്ട് ഇവിടെ ഇങ്ങോട്ട്. തോപ്പാർക്കിന് എൻ്റെ ബസ്സുണ്ട്. സോ അതിൽ ഡയറക്റ്റ് ഇവിടെ കൊണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞൊരു ലോങ് ക്യൂ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പറ്റും. സോ പാസ്സൊക്കെ കാണിച്ച് നമ്മൾ ഉള്ളിൽ കയറണം. എന്നിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം. കാരണം ഇവിടെ എപ്പോഴും നല്ല ക്രൗഡുണ്ട്. ഇപ്പോഴും നല്ല ക്രൗഡുണ്ട്. ഇന്ന് പിന്നെ സമ്മർ കൂടെ ആയതുകൊണ്ട് ഓൾറെഡി നല്ല ക്രൗഡുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെ റൈഡ്സാണ് എന്ന് നോക്കാം. പിന്നെ ബസ്സിൻ്റെ ഫെയർ റിട്ടേൺ കൂടെ ഉൾപ്പെടെയാണ് വരുന്നത്. അപ്പോൾ ഒരു £4.80 480 ബസ്സിന് ടിക്കറ്റിനാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഇതിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കറിയത്തില്ല, ആദ്യം എനിക്കിത് റൈഡ്സൊക്കെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. സോ എല്ലാത്തിലും 1 hour അടുപ്പിച്ച് ക്യൂ ഉണ്ട്. Not even close, Billy Joe. We'll be back after this. Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. But wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, I'm going to try. Cause when the bullets fly, I'm the last one to die. എന്റെ കർത്താവേ, ഓ മൈ ഗോഡ്, ചത്ത് 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 ചത്ത്. അവരെ കാണാൻ പോലില്ല. വരുന്നുണ്ട്. ഞാൻ ക്യൂവിൽ നിൽക്കുവാണ്. എനിക്ക് നല്ല പേടിയുണ്ട്, എന്നാലും എക്സൈറ്റഡ് ആണ്. ആൾക്കാരൊക്കെ സ്ക്രീം ചെയ്യുന്ന കാണുമ്പോൾ ഒരു പേടിയുണ്ട്. സത്യം പറയാലോ, നല്ല പേടിയുണ്ട്. പക്ഷേ we are going to do this, okay? എല്ലാരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പോകുന്നു. ബൈ, see you. ആ റൈഡിൽ കയറി
വൺ റൈഡായിരുന്നു, സെറ്റായിരുന്നു. കയറത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കുറച്ച് നേരം ഞാൻ കണ്ണടച്ചിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ കണ്ണു തുറന്നു. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു ഈ ട്വിസ്റ്റിംഗ് ഒക്കെ. നല്ലതായിരുന്നു. നല്ല പേടിച്ചു. പെട്ടെന്ന് തീർന്നതുകൊണ്ട് ആ ഒരു പേടിയില്ലായിരുന്നു. ആദ്യം കയറിയപ്പോൾ കുറച്ച് ടെൻഷനായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഒന്നുകൂടെ വേണമെങ്കിലും കയറാം. നല്ലയാ. ഞാൻ അതേ അടുത്ത റൈഡിൽ കയറാൻ പോവാ. ഇതിൻ്റെ പേരൊരു വല്ലാത്ത പേരാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഇതാണ് ഈ റൈഡിൻ്റെ സംഭവം. നമുക്ക് എന്തായാലും കയറിയിട്ട് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. റൈഡിൽ കയറി കഴിഞ്ഞാൽ ഫോണ്, ബാഗ്, ക്യാപ്പ്, ഗ്ലാസ് ഒന്നും അലൗഡ് അല്ല. സോ നമ്മളതൊക്കെ മാറ്റി വെക്കണം. അതുകൊണ്ട് എനിക്ക് റൈഡിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഞാൻ റൈഡിൽ കയറിയിട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഞാനങ്ങനെ അടുത്ത റൈഡിൽ കയറി. അതിന് മറ്റേ റൈഡിനെക്കാട്ടി സൂപ്പറായിരുന്നു. കാരണം കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നു. പിന്നെ കുറേ ട്വിസ്റ്റും കുറേ ഒരു ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു. സോ അതും നന്നായിട്ട് എൻജോയ് ചെയ്തു. പേടിച്ചു, സത്യം പറഞ്ഞാൽ നന്നായിട്ട് പേടിച്ചു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ വന്ന് തോൾ പാർക്കിൽ വന്നതും. ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. അഡ്രിനാലിൻ റഷ് വരുമല്ലോ. നെക്സ്റ്റ് റൈഡ് എന്താണെന്ന് വെച്ചാൽ UK-യിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് റോളർ കോസ്റ്ററാണ് അത്. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് എന്തായാലും ഞാൻ പേടിക്കും ഉറപ്പായിട്ടും. ഈ റൈഡിലായാലും ഞാൻ നന്നായിട്ട് പേടിച്ചു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് റോയിൽ ഇരിക്കാൻ വേറെ ക്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് റോയിലായിരുന്നത്. ബട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തെങ്കിലും വർത്ത് ഇറ്റ്, അത്രേ പറയാനുള്ളൂ. നന്നായിട്ടുണ്ടായിരുന്നു. എപ്പോഴും റൈഡ്സിൻ്റെ ഫ്രണ്ട് റോയിൽ ഇരിക്കണം. എനിക്ക് പേടിയാണ്, ഞാൻ ഫ്രണ്ട് റോയിൽ ഇരിക്കാറില്ല. പക്ഷെ അവർ നിർബന്ധിച്ച് എന്നെ ഫ്രണ്ട് റോയിൽ ഇരുത്തിച്ചതാണ്. ബട്ട് ഐ എൻജോയ്ഡ് ഇറ്റ്. പിന്നെ എനിക്ക് പൊതുവേ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ്. പക്ഷേ ഞാൻ എന്നെ തന്നെ ഒരുപാട് പുഷ് ചെയ്യാറുണ്ട്, ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്തു. നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇതിൽ കയറി എൻ്റെ അമ്മ ഒന്നും പറയാനില്ല. നിലവിളിച്ച് ഞാൻ മരിച്ചു. എന്തോ റൈഡായത്, ഒരു രക്ഷയില്ലാത്ത റൈഡ്. UK-യിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള റൈഡായത്. നോ വേർഡ്സ്. ഞാൻ മരിച്ചു ഗൈസ്, ഞാൻ മരിച്ചു. നിലവിളിച്ച് സൗണ്ടൊക്കെ പോയി. പിന്നെ ഇതിൽ കയറാൻ 2 മണിക്കൂർ അടുപ്പിച്ച് ഞങ്ങൾ ക്യൂ നിന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, വർത്ത് ദ വെയിറ്റ് അങ്ങനെ പറയാം. കാരണം അമ്മാതിരി റൈഡാണ്. ഈ തോൾ പാർക്കിൻ്റെ മെയിൻ അട്രാക്ഷനാണ് ഈ റൈഡ്. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഇവിടെ ടൈമിങ് വരുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ്. പക്ഷേ എൻട്രി 5 മണിക്ക് ക്ലോസ് ചെയ്യും.
നല്ലൊരു പ്ലേസ് ആട്ടോ. ഫ്രണ്ട്സുമായിട്ട് വരാനൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ ഇവിടെ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് അഡ്വഞ്ചറൊക്കെ ഇഷ്ടമാണെങ്കിൽ, ഈവൻ ദോ എനിക്ക് പേടിയാണെങ്കിലും നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ പുഷ് ചെയ്തോളും. എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ എല്ലാത്തിനും ബാക്ക് അടിച്ച് ഇത് വേണ്ട അത് വേണ്ട പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ അവരെന്നെ നന്നായിട്ട് എൻകറേജ് ചെയ്തു. അതുകൊണ്ട് ഞാൻ കയറി. ഇറ്റ്സ് വാസ് അമേസിങ് എക്സ്പീരിയൻസ്. സോ ഇപ്പം ഞാൻ അടുത്ത റൈഡിൽ കയറാൻ പോവാം. കയറിയിട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് പറയാം. കൊച്ചർക്ക ഞാൻ സോയിൽ കയറി. സോ എന്ന് പറയുന്ന റൈഡ്, അത് സോ മൂവിയെ ബേസ് ചെയ്ത് ആ തീമിൽ ഉണ്ടാക്കിയ റൈഡാണ്. അത് കഴിഞ്ഞ് ഇറങ്ങി. അത് നൈസായിരുന്നു. അയ്യോ, പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ ദേ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട് കണ്ടോ. നൈസാ. വയ്യ, നിലവിളിച്ച് എൻ്റെ സൗണ്ടും പോയി. തൊണ്ടയും വയ്യ, ഒന്നും പറയാനില്ല. നൈസായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങി. സമയം 6:30 ഞങ്ങൾ ഏകദേശം ഒരു 6 റൈഡിൽ കയറി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. 6 റൈഡും സെറ്റായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അഡ്വഞ്ചറസ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. ബട്ട് ഐ ഡിഡ് ഇറ്റ്. ആൻഡ് ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ്സുണ്ട്. ഓരോ ഹാഫ് ആൻ അവർ കൂടുമ്പോഴാണ് ബസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബസ് കയറാൻ പോവാം. യുകെയിലുള്ളവരാണെങ്കിൽ 1 ടൈം എങ്കിലും ഇവിടെ വരണം കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആണ്. ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ ഹോളിഡേയിലോ ഒക്കെ വന്നാൽ നല്ലൊരു 1 ഡേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് റൈഡ്സിലൊക്കെ കയറണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇവിടെ സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ് 2 ദിവസത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് എല്ലാ റൈഡ്സിലും കയറാം. അപ്പോൾ 1 ഡേ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ടൈം കുറച്ചേ കിട്ടത്തുള്ളൂ എല്ലാ റൈഡ്സിലും കയറാനായിട്ട്. അപ്പോൾ ഞാൻ ഇതോടെ ഈ വീഡിയോ ക്ലോസ് ചെയ്യാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കണ്ട. ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആൻഡ് see ya.